ഉത്സവത്തിന്റെ കഥ പറയാൻ പോവാണ്. എന്തുത്സവം? ഒരു സ്വനമിന്റെ ഉത്സവം. സ്വനം മീൻസ് വിഗ്രഹം. എന്തിന്റെ വിഗ്രഹം? അന്ന് അവരുടെ മുൻകാലത്ത് ജീവിച്ച് മരിച്ചുപോയ ഔലിയാക്കളുടെ വിഗ്രഹം. ഒരു തെറ്റിദ്ധാരണ ഉസ്താദുമാർ പരത്താറുണ്ട്. ഖുർആനിൽ വിഗ്രഹത്തെ പറ്റിയല്ലേ പറഞ്ഞത്, ഖബറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ആരുടെ? മുൻകാലത്ത് മരിച്ചുപോയ ഔലിയാക്കളുടെ. ഇന്ന് വർത്തമാന കാലത്ത് അവര് വിഗ്രഹം മാറ്റിയിട്ട് ജാറ ഉണ്ടാക്കി. ആരുടെ? മരിച്ചുപോയ ഔലിയാക്കളുടെ. അസ്ലിൽ രണ്ടും ഒന്നാണ്. അത് നിൽക്കുന്ന വിഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് കിടക്കുന്ന വിഗ്രഹമാണ്. അതേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അസ്നാം എന്നല്ല പറഞ്ഞത്, ഖുബൂർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മയ്യത്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഖുർആനിനെ എതിർത്തിട്ടൊന്നുമില്ല. അമ്മാതിരി ദുർന്യായങ്ങളും അതേപോലെ തന്നെ യുക്തിവാദമൊന്നും ഇസ്ലാമിന് വില പോവില്ല. അന്ന് അവരുണ്ടാക്കിയ ഔലിയാക്കളുടെ ബിംബങ്ങളാണ്, ഇന്നിവരുണ്ടാക്കുന്ന ഔലിയാക്കളുടെ ജാറങ്ങൾ. ഇത്ര വ്യത്യാസമുണ്ട്.